ലേൺ കൊമേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിലെ റിട്ടേണുകളെ കുറിച്ചാണ്. പ്രധാനമായും GSTR 1 ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം എന്താണ് റിട്ടേൺസ് എന്ന് നോക്കാം. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിൽ സെക്ഷൻ 2 സബ്സെക്ഷൻ 86ലാണ് റിട്ടേൺസ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഒരു ടാക്സബിൾ പേഴ്സൺ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പേഴ്സൺ ഒരു പെർട്ടിക്കുലർ ടാക്സ് പീരീഡിൽ എന്തൊക്കെ ബിസിനസ് ആക്ടിവിറ്റീസ് ആണ് നടത്തിയത് എന്ന് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഡോക്യുമെന്റിനെയാണ് റിട്ടേൺ എന്ന് പറയുന്നത്. ഇനി എന്തിനു വേണ്ടിയാണ് റിട്ടേൺ ഫർണിഷ് ചെയ്യേണ്ടത്, ദാറ്റ് ഈസ് പേർപ്പസ് ഓഫ് ഫയലിംഗ് റിട്ടേൺ ആണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഒരു ടാക്സ് പെയറും ഗവൺമെന്റ് അതോറിറ്റീസും അതായത് അഡ്മിനിസ്ട്രേഷനും തമ്മിൽ കണക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് റിട്ടേൺ എന്ന് പറയുന്നത്. ഒരു ടാക്സബിൾ പേഴ്സൺ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പേഴ്സൺ റിട്ടേൺസ് ഫർണിഷ് ചെയ്തെങ്കിൽ മാത്രമേ ടാക്സ് ലയബിലിറ്റി GST അതോറിറ്റീസിന് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതായത് എത്ര എമൗണ്ട് ആണ് ടാക്സ് ആയിട്ട് ഗവൺമെന്റിലേക്ക് പേ ചെയ്യേണ്ടത് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ റിട്ടേണുകൾ ഫർണിഷ് ചെയ്തിരിക്കണം. നമുക്കറിയാം ഏതൊരു ഗവൺമെന്റിന്റെ മേജർ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ടാക്സ് ആണ്. സോ ടാക്സ് പേയേഴ്സ് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ടൈമിൽ റിട്ടേൺ ഫർണിഷ് ചെയ്തെങ്കിൽ മാത്രമേ ഗവൺമെന്റിന് ടാക്സ് ലയബിലിറ്റി ഡിറ്റർമൈൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിട്ടേൺസ് ഏതൊക്കെയാണ് എന്ന് നോക്കാം. GSTയിലെ പ്രധാനപ്പെട്ട ചില റിട്ടേണുകളാണ് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. GSTR 1, GSTR 2, GSTR 3 തുടങ്ങി GSTR 11 വരെയുള്ള റിട്ടേണുകളാണ് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് GSTR 1നെ കുറിച്ചാണ്. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് റിട്ടേൺ 1ൽ എന്തൊക്കെ കാര്യങ്ങളാണ് മെൻഷൻ ചെയ്യേണ്ടത് എന്ന് നോക്കാം. GSTയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ അല്ലെങ്കിൽ ടാക്സബിൾ പേഴ്സൺ നടത്തിയ ഔട്ട്വേർഡ് സപ്ലൈസിന്റെ ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്യുന്ന റിട്ടേൺ ആണ് GSTR 1. അതായത് ഒരു ടാക്സബിൾ പേഴ്സൺ പ്രൊവൈഡ് ചെയ്ത ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസിന്റെ ഡീറ്റെയിൽസ്, അതായത് സപ്ലൈ ചെയ്ത അല്ലെങ്കിൽ സെയിൽ ചെയ്ത ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസിന്റെ ഡീറ്റെയിൽസ് ആണ് GSTR 1ൽ മെൻഷൻ ചെയ്യേണ്ടത്. GSTR 1 എന്ന് പറയുന്നത് ഒരു മന്ത്ലി റിട്ടേൺ ആണ്. അതായത് എല്ലാ മാസവും സപ്ലയർ GSTR 1 ഫയൽ ചെയ്യേണ്ടതാണ്. ഒരു മാസം സപ്ലയർ അല്ലെങ്കിൽ ടാക്സബിൾ പേഴ്സൺ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പേഴ്സൺ നടത്തിയ ഔട്ട്വേർഡ് സപ്ലൈസിന്റെ ഡീറ്റെയിൽസ് ആണ് GSTR 1ൽ മെൻഷൻ ചെയ്യേണ്ടത്. ഇനി എന്നാണ് ഈ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് എന്ന് നോക്കാം. അതായത് ഡ്യൂ ഡേറ്റ് ഓഫ് GSTR 1 ആണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. GSTR 1 ഫയൽ ചെയ്യേണ്ടത് ബൈ ദ 10th ഓഫ് ഫോളോയിങ് മന്ത്. അതായത് സെപ്റ്റംബർ മാസത്തിലെ ഔട്ട്വേർഡ് സപ്ലൈസിന്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ GSTR 1 നമ്മൾ ഫയൽ ചെയ്യേണ്ടത് ഒക്ടോബർ 10ാം തീയതിക്ക് മുൻപായിട്ടാണ്. GSTR 1 എന്തിനു വേണ്ടിയാണ് ഫയൽ ചെയ്യുന്നതെന്നും GSTR 1 എപ്പോഴാണ് ഫയൽ ചെയ്യേണ്ടതെന്നും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി GSTR 1ൽ എന്തൊക്കെ കാര്യങ്ങളാണ് മെൻഷൻ ചെയ്യേണ്ടത് എന്ന് നോക്കാം. അതായത് കണ്ടന്റ്സ് ഓഫ് GSTR 1 ആണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് റിട്ടേൺ 1ൽ മെൻഷൻ ചെയ്യേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ആദ്യത്തേത് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ അഥവാ GSTIN. GSTയിൽ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ ടാക്സബിൾ പേഴ്സൺ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പേഴ്സണ് ഒരു ഐഡന്റിഫിക്കേഷൻ നമ്പർ അലോട്ട് ചെയ്യുന്നതാണ്. ആദ്യമായി GSTR 1 ഫയൽ ചെയ്യുന്ന സമയത്ത്, അതായത് GSTയിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് ആദ്യമായി GSTR 1 സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് GSTIN നമ്പർ മെൻഷൻ ചെയ്യേണ്ടതാണ്. വരും വർഷങ്ങളിൽ അതായത് ഫ്യൂച്ചറിൽ GSTIN നമ്പർ ഓട്ടോമാറ്റിക്കലി അപ്ലോഡ് ആകുന്നതാണ്. എന്നാൽ ആദ്യമായി GSTR 1 സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് GSTIN നമ്പർ മെൻഷൻ ചെയ്തിരിക്കണം. രണ്ടാമത്തേത് നെയിം ഓഫ് രജിസ്റ്റേർഡ് പേഴ്സൺ. സപ്ലയർ അല്ലെങ്കിൽ ടാക്സബിൾ പേഴ്സൺ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പേഴ്സന്റെ പേര് മെൻഷൻ ചെയ്തിരിക്കണം. മൂന്നാമത്തേത് ടാക്സബിൾ ഔട്ട്വേർഡ് സപ്ലൈസ്, അതായത് GST ബാധകമാകുന്ന ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്തിരിക്കണം. ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ ആണോ ഇന്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ ആണോ നടത്തിയത് എന്നുള്ളത് മെൻഷൻ ചെയ്തിരിക്കണം. അടുത്തത്
സീറോ റേറ്റഡ് സപ്ലൈസ് ആൻഡ് ഡീംഡ് എക്സ്പോർട്ട്. സ്പെഷ്യൽ എക്കണോമിക് സോണിലേക്ക് എന്തെങ്കിലും ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്തിരിക്കണം. അതേപോലെ തന്നെ സീറോ റേറ്റഡ് സപ്ലൈസ് അഥവാ നിൽ റേറ്റഡ് അല്ലെങ്കിൽ എക്സംപ്റ്റഡ് അല്ലെങ്കിൽ GST ബാധകമല്ലാത്ത എന്തെങ്കിലും ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്തിരിക്കണം. അമെൻമെന്റ്സ് ടു ഡീറ്റെയിൽസ് ഓഫ് ഔട്ട്വേർഡ് സപ്ലൈസ്, അതായത് സപ്ലൈ നടത്തി കഴിഞ്ഞ്, അതായത് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞ് ഡെബിറ്റ് നോട്ടോ ക്രെഡിറ്റ് നോട്ടോ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ, അമെൻമെന്റ്സ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്തിരിക്കണം. HSN സമ്മറി, നമുക്കറിയാം GSTയിൽ ഗുഡ്സുകളെ ക്ലാസിഫൈ ചെയ്യുന്നതിനാണ് നമ്മൾ HSN കോഡ് എന്ന് പറയുന്നത്, അതായത് ഹാർമണൈസ്ഡ് സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ. HSN സമ്മറി GSTR 1-ൽ പ്രൊവൈഡ് ചെയ്തിരിക്കണം. HSNുമായി റിലേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അവസാനമായി ഡോക്യുമെന്റ്സ് ഇഷ്യൂഡ്, റീഫണ്ട് വൗച്ചറുകളോ ഇൻവോയ്സുകളോ ബിൽ ഓഫ് സപ്ലൈ എന്തെങ്കിലും ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്യേണ്ടതാണ്. GSTR 1-ൽ മെൻഷൻ ചെയ്യേണ്ട ചില പ്രധാന കാര്യങ്ങളാണ് ഇതൊക്കെ. എന്താണ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് റിട്ടേൺ 1 എന്നും GSTR 1ന്റെ കണ്ടന്റ്സ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.